Hello friends, welcome back to my channel. ഇന്ന് ഞാൻ ഭയങ്കര ക്രീമിയും ഒപ്പം തന്നെ കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ഓറിയോ ചീസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതേ മെഷർമെൻറ്റ്സ് ഫോളോ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കിത് വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയിൽ ഒരു 20 ഓറിയോ ബിസ്ക്കറ്റ്സ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. 20 ബിസ്ക്കറ്റ്സ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ബൗളിൻ്റെ ആ ഒരു വലുപ്പം അനുസരിച്ചാണ്. ഇതാ നമ്മുടെ ബിസ്ക്കറ്റ്സ് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത നെയ്യ് ആയതുകൊണ്ട് നല്ലൊരു സ്മെല്ലായതുകൊണ്ടാണ് ഞാൻ ഈ ബിസ്ക്കറ്റ്സിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തത്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ബൗളിലേക്ക് നമുക്കിതൊന്ന് പകർത്തിയെടുക്കാം. എല്ലാ ബിസ്ക്കറ്റ്സും ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം സ്പൂണിൻ്റെ ബാക്ക് ഉപയോഗിച്ച് നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബേസ് ലെയർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലെയർ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം ക്രീം ചീസ് എടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ ക്രീം ചീസ് ഉപയോഗിക്കാവുന്നതാണ്. നന്നായി ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീമിൻ്റെ മധുരം അനുസരിച്ചാണ്. വിപ്പിംഗ് ക്രീമിന് മധുരം കുറവാണെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര കൂട്ടിയെടുക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇവയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ക്രീം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജെലാറ്റിനും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 ഓറിയോ ബിസ്ക്കറ്റ്സ് ചെറിയ പീസസായി കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു ചീസ് കേക്കിൻ്റെ ഒരു ക്രിസ്പിനെസ് കൂട്ടും. ബിസ്ക്കറ്റ്സ് എല്ലാം ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഫൈനൽ ലെയർ ഭയങ്കര ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബേസ് ലെയറിലേക്ക്, അതായത് നമ്മൾ നേരത്തെ ബിസ്ക്കറ്റ് ലെയർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് നമുക്ക് ഈ ഒരു ക്രീം ലെയർ ചേർത്ത് ഒന്ന് പകർത്തി ലെവലാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് ഒന്ന് റെഡിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് അപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തു. കേക്ക് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ഹാഫായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറിയോ ബിസ്ക്കറ്റ്സ് കൂടിയും ചേർത്ത് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം.